Hello guys, I'm Asmith and welcome back to my channel Superness. നമ്മളാണ് സൂപ്പർനെസ് ഓർ സൂപ്പർ ഹീറോസ്. സൂപ്പർനെസ്സിൻ്റെ വേണ്ടി ഒരു പുതിയ മാർവൽ ഇട്ടിരിക്കും എല്ലാ സൂപ്പർ ഹീറോ ഫാൻസിനും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു വേഴ്സസ് ബാറ്റിലാണ്, അഥവാ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹൂ വിൽ വിൻ ദ ബാറ്റിൽ എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് നാളായി നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ട്. സോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കോമിക് ബുക്ക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ പോപ്പ് കൾച്ചർ എന്തൂസിയാസ്റ്റുകളുടെ ഇടയിൽ കുറേ നാളുകളായി കിടന്ന് കളിക്കുന്ന ഒരു ഡൗട്ടാണ്. നമ്മൾ റൂൺ കിങ് തോറും ഡോക്ടർ ഡൂമും ആയിട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവരിൽ ആരായിരിക്കും ജയിക്കുക എന്നുള്ളത്. സോ അതിനെക്കുറിച്ചുള്ളൊരു വളരെ നല്ലൊരു ഉത്തരം എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. സോ അത് നമുക്ക് ഈ വീഡിയോയിലൂടെ അനലൈസ് ചെയ്യാം, നമുക്ക് നോക്കാം. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നമുക്ക് വീഡിയോ കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. സോ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ റൂൺ കിങ് തോർ എന്ന് പറയുന്നത് തോറിൻ്റെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വേർഷൻസിൽ ഒന്നാണ്. ഓക്കെ, സോ ഈ ഒരു ക്യാരക്ടർ ഞാൻ ഇത് പറഞ്ഞു പോകുമ്പോൾ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ കോമിക് ഒറിജിൻസ് ഒന്നും ഞാൻ കാര്യമായിട്ട് പറയത്തില്ല. ജസ്റ്റ് എന്താ പറയുക, പവേഴ്സ് അങ്ങനത്തെ രീതിക്കാണ് പറഞ്ഞു പോകുന്നത്. കാരണം നമുക്ക് നമ്മൾ വേഴ്സസ് ബാറ്റിൽ പറയുമ്പോൾ കോമിക് ഒറിജിൻ പറയേണ്ട ഒരു ആവശ്യകതയില്ല. റിഗാർഡ്ലെസ് വേറെ ചില കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയേണ്ടത്. സോ എന്തൊക്കെ തന്നെയാലും ഈ ഒരു ക്യാരക്ടർ, അതായത് റൂൺ കിങ് തോറ്, നമ്മുടെ ഈ റൂൺ കിങ് തോറ്, സാധാ തോർ റൂൺ കിങ് തോർ ആവുന്ന എന്ന് വെച്ചാൽ ഈ ഓഡിയൻ ഫോഴ്സിൻ്റെ പൂർണ്ണമായ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു പൂർണ്ണമായ ശക്തി കിട്ടുമ്പോൾ ഈ ശക്തി കിട്ടാൻ വേണ്ടി 3 കാര്യങ്ങൾ ചെയ്യണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു സാക്രിഫൈസ് ആണ്. സോ ഈ സാക്രിഫൈസ് ആയിട്ട് നമ്മൾ തോർ ചെയ്തതെന്ന് വെച്ചാൽ തൻ്റെ ഒരു കണ്ണ് പുള്ളിക്കാരൻ പ്ലക്ക് ചെയ്തെടുത്തു. അതിൽ നിന്നൊരു പുള്ളിക്കാരൻ സാക്രിഫൈസ് ചെയ്യുകയും ആസ്ഗാർഡിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പുള്ളിക്കാരൻ പഠിക്കുകയും ചെയ്തു. പിന്നീട് എന്താ പറയുക, ഈ ഒരു ക്യാരക്ടർ ഇപ്പോൾ ഡൂംസ്ഡേ അല്ലെങ്കിൽ MCU ഫ്യൂച്ചർ അപ്പിയറൻസ് റൂൺ കിങ് തോർ എന്ന് പറയുന്ന ക്യാരക്ടർ വരും എന്ന് പലരും സ്പെക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു മൈൻഡ് അനുസരിച്ച് ഉടനെ ഒന്നും ചിലപ്പോൾ ഡൂംസ്ഡേയിൽ വന്നേക്കാം. പക്ഷേ എൻ്റെ ഒരു മൈൻഡ് പറയുന്നത് വെച്ചാൽ ഉടനെ ഒന്നും റൂൺ കിങ് തോറിനെ മാർവൽ MCUയിലേക്ക് പ്രസൻറ്റ് ചെയ്യത്തില്ല എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം ഈ MCUയിലേക്ക് വേണ്ടി തന്നെ വളരെ ഓവർ പവേർഡ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് റൂൺ കിങ് തോർ. എന്തൊക്കെ തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത് നൈ ഓംനിപൊട്ടൻസ്, മൈൻഡ് കൺട്രോൾ, പിന്നെ സോൾ, പിന്നെ മാറ്റർ മാനിപ്പുലേഷൻ, കോസ്മിക് എനർജി, സബ്-അറ്റോമിക് മാനിപ്പുലേഷൻ, ഇമ്മോർട്ടാലിറ്റി എന്നിവയാണ്. സോ ഇതെല്ലാം ഇത് കുറച്ച് പവേഴ്സ് മാത്രമേ ഉള്ളൂ, ഞാൻ എല്ലാം പറയുന്നില്ല. എന്നാലും ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പുള്ളിക്കാരൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത്. വീക്ക്നെസ് എന്ന് പറയുന്നത് എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ഈ ക്യാരക്ടർ എത്രത്തോളം പവർഫുൾ ആണ് എന്ന് പറഞ്ഞാൽ പോലും മാർവലിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്നാണല്ലോ ലീവിങ് ട്രിബ്യൂണൽ. ലീവിങ് ട്രിബ്യൂണലിൻ്റെ അപ്പുറത്തൊന്നും ഈ ഒരു ക്യാരക്ടറിൻ്റെ പവർ പോകില്ല. ലീവിങ് ട്രിബ്യൂണലിൻ്റെ താഴെയാണ് പവർ വൈസ് റൂൺ കിങ് തോർ നിൽക്കുന്നത്. പിന്നെ ബിയോണ്ടേഴ്സ് എന്ന് പറയുന്ന ക്യാരക്ടേഴ്സിനൊന്നും പുള്ളിക്കാരന് ഫൈറ്റ് ചെയ്യാൻ ഇതിൽ പാടുപെടും. ആൻഡ് ഓഫ് കോഴ്സ് ഒരു ഫുൾ ഫെൽഡായിരിക്കുന്നത്, അതായത് അത്രയും വിശപ്പും മൊത്തം കംപ്ലീറ്റ്ലി പോയിരിക്കുന്ന ഗലാക്ടേഴ്സിനെ ഒന്നും നമ്മളെ തോറിനെ തോൽപ്പിക്കാൻ ഇത്തിരി പാടാണ്, അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ പാടാണ് എന്ന് പറഞ്ഞ് അസാധ്യമാണെന്നല്ല ഞാൻ പറയുന്നത്. എന്താ പറയുക, കുറച്ച് ലിമിറ്റേഷൻസ് പുള്ളിക്കാരൻ നമ്മൾ റൂൺ കിങ് തോറിനുണ്ട്. ഇനി നമുക്ക് ഡോക്ടർ ഡൂമിൻ്റെ ഒരു കാര്യം നോക്കാം. ഡോക്ടർ ഡൂമിൻ്റെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ക്യാരക്ടേഴ്സ് ഇൻ മാർവൽ എന്ന് നമുക്ക് പറയാം. സോ ഈ ഒരു ക്യാരക്ടർ, അതായത് ഡോക്ടർ ഡൂമിൻ്റെ കോമിക് ഒറിജിൻ സ്റ്റോറി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെ അവിടെ കൊടുത്തേക്കാം, ഐ ബട്ടണിലും എബൌട്ട് സെക്ഷനിലും കൊടുത്തേക്കാം. സോ റൂൺ കിങ് തോറിൻ്റെ ഒറിജിൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതും ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. എന്തൊക്കെ തന്നെയാലും നമ്മുടെ എന്താ പറയുക, പുള്ളിക്കാരൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത് മാജിക് പവേഴ്സൊക്കെ തന്നെയാണ്. മാജിക് പവേഴ്സ് ഒരു ഘട്ടത്തിൽ കോമിക്സിൽ ഡോക്ടർ സ്ട്രേഞ്ച്
റേഞ്ചിനെ വരെ വെല്ലുന്ന തരത്തിലുള്ള മാജിക് പവേഴ്സ് മാനിപ്പുലേഷൻ എല്ലാം പുള്ളിക്കാരൻ ചെയ്തിരുന്നു. പിന്നീട് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളിക്കാരൻ ഒരു ടെക് എക്സ്പെർട്ടാണ്, പുള്ളിക്കാരൻ സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ഉണ്ട്. ആൻഡ് കോഴ്സ് പലർക്കും അറിയാമായിരിക്കും, കോമിക്സൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാം, നമ്മുടെ സീക്രട്ട് വാർ സ്റ്റോറി ലൈനിൽ ഒരു ഘട്ടത്തിൽ നമ്മുടെ താനോസിനെ വരെ നമ്മുടെ ഡോക്ടർ ഡൂം കൊന്നിട്ടുണ്ട്. അത് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഡോക്ടർ ഡൂം ഒരു അസ്ഥിയോടെ പിടിച്ച് നിൽക്കുന്നത്. സോ ആ സംഭവം എന്ന് പറയുന്നത് എന്താ പറയുക, പുള്ളിക്കാരൻ്റെ അത്രത്തോളം ഓവർ പവേർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സോ ഇനി നമുക്ക് എടുത്ത് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ വീക്ക്നെസ്സാണ്. വീക്ക്നെസ് എന്ന് പറയുന്നത് ഡോക്ടർ ഡൂമിൻ്റെ ഞാൻ കണ്ടുപിടിച്ചതും കോമിക്ക് വായിച്ചിട്ടും ഒരുപാട് പേര് അനലൈസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ അരഗൻസാണ്. പുള്ളിക്കാരൻ ഭയങ്കര അഹങ്കാരിയായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതായത് പുള്ളിക്കാരന് അപ്പുറത്തേക്ക് ഒരാളില്ല, അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത് അത്രയും വലുതാണെന്നാണ് പുള്ളിക്കാരൻ വിശ്വസിക്കുന്നത്. ആൻഡ് കോഴ്സ് അതിനെക്കാളും പവേഴ്സ് ഉള്ള ആൾക്കാർ വേറെ ഉണ്ട്. അത് പുള്ളിക്കാരനെ അറിയാമോ അറിയത്തില്ലായിരിക്കും. പക്ഷെ എന്തായാലും അരഗൻസ് തന്നെയാണ് ഡോക്ടർ ഡൂമിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത്. അത് കോമിക്സിൽ പല ഘട്ടങ്ങളിലും നമ്മുടെ ഡോക്ടർ ഡൂമിന് എന്താ പറയുക പാരയായി മാറിയിട്ടുണ്ട്. പിന്നീട് ഇനി നമുക്ക് ശരിക്കുള്ള ഗെയിമിലോട്ട് വരാം. അതായത് ആരായിരിക്കും ജയിക്കുക, റൂൺ കിങ് തോറും ഡോക്ടർ ഡൂമും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായാൽ. സോ നമുക്ക് പറയാം, എന്താ പറയുക, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ചില യൂട്യൂബേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ രക്ഷപ്പെടാൻ വേണ്ടി പറയും അത് എന്തൊക്കെ തന്നെയായാലും ഗൈസ്, അതായത് ആര് ജയിക്കണമെന്ന് അവസാനം തീരുമാനിക്കുന്നത് റൈറ്ററാണ്. റൈറ്റർ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നു അവരെ ജയിക്കൂ. അതൊരു പരിധി വരെ കറക്റ്റാണ്. എന്നാൽ പോലും നമുക്ക് അനലൈസ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ വിട്ടുപോകേണ്ട കാര്യമില്ല. നമ്മുടെ തോർ, അതായത് റൂൺ കിങ് തോറിന് ഒരുപാട് പവറുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് ഓവർ പവർഡ് ക്യാരക്ടേഴ്സ് ഇൻ മാർവൽ. ഡൂമിനും അതുപോലെ തന്നെ അത്രയും ഇല്ലെങ്കിൽ പോലും ഏതാണ്ട് ആ ഒരു ലെവൽ പവേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 2 സിറ്റുവേഷൻസ് പറഞ്ഞുതരാം. നമ്മുടെ ഡോക്ടർ ഡൂം ജയിക്കാൻ പുള്ളിക്കാരന് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മാജിക്കും അതോടൊപ്പം തന്നെ പുള്ളിക്കാരന് എന്താ പറയുക എങ്ങനെയെങ്കിലും നമ്മൾ റൂൺ കിങ് തോന്നുന്ന ട്രാപ്പ് ചെയ്യുന്നത്, അതായത് ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഡോക്ടർ ഡൂമിൻ്റെ ഒരു ഇത്. അതായത് ഒരു തരം ചീറ്റിംഗ് പോലെ. അപ്പോൾ അവിടെ വരുമ്പോൾ ഒരുപാട് സമയത്തിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ ഡൂമിനാണ് ജയിക്കാൻ സാധ്യത കൂടുതൽ. പക്ഷേ ഒരു പ്രിപ്പറേഷനൊന്നും ഇല്ലാതെയാണ് ഇവർ രണ്ടുപേരും ഫൈറ്റിന് ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും റൂൺ കിങ് തോർ തന്നെയായിരിക്കും ജയിക്കുക. പക്ഷേ ഞാനത് പറഞ്ഞതാണ് ഗൈസ്, പ്രിപ്പറേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താ പറയുക, ഈ നമ്മുടെ ഡോക്ടർ ഡൂമിന് ഭയങ്കര ബുദ്ധിയാണ്, ഒരു കുരുട്ട് ബുദ്ധിയാണ്. സോ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ബാക്കിയുള്ള ഈ റൂൺ കിങ് തോറിനെ ട്രാപ്പ് ചെയ്ത് പുള്ളിക്കാരന് തോൽപ്പിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ കൂടുതൽ അഡ്വാൻറ്റേജ് പ്രിപ്പറേഷൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അഡ്വാൻറ്റേജ് ഉള്ള റൂൺ കിങ് തോറിനാണ്. കാരണം പുള്ളിക്കാരൻ കോസ്മിക് എനർജി, ആസ്ഗാർഡിൻ്റെ ഓഡിൻ ഫോഴ്സും കാര്യങ്ങളൊക്കെ തമ്മിലുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ള റൂൺ കിങ് തോറാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ഒരു ജയിക്കാൻ സാധ്യത കൂടുതൽ നമ്മുടെ ഡോക്ടർ ഡൂമാണ്. പക്ഷേ ഇവർ തമ്മിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു ഫൈറ്റ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും റൂൺ കിങ് തോർ തന്നെയാണ് ജയിക്കുക. പിന്നീട് ഞാൻ ഇത് പറഞ്ഞ് അവസാനിക്കുന്നില്ല, നേരത്തെ പറഞ്ഞതാണ്, എന്നാൽ പോലും പറയാം. നേരത്തെ പറഞ്ഞ ആ യൂട്യൂബേഴ്സ് പറഞ്ഞത് ഒരു പരിധി വരെ ശരിയാണ്. നമ്മൾ എത്രത്തോളം ആർക്ക് ജയിക്കണം എന്ന് ആഗ്രഹിച്ചാലും നമ്മൾ ആഗ്രഹിക്കുന്ന ക്യാരക്ടർ എത്രത്തോളം പവർഫുൾ ആണെന്ന് വിചാരിച്ചാൽ പോലും റൈറ്റർ വിചാരിക്കുന്ന രീതിക്കാണ് നടക്കുക. ഒരു ഘട്ടത്തിൽ നമ്മൾ ഗലാക്ടസിനെ വരെ ഡോക്ടർ ഡൂം തോൽപ്പിച്ചതായിട്ട് കോമിക്സിൽ കാണിച്ചിട്ടുണ്ട്. സോ എന്തൊക്കെ തന്നെയായാലും ഗൈസ്, ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, മറ്റൊരു മാർഗമായിട്ട് വീണ്ടും കണ്ടാം. ആദരങ്ങൾ സൂപ്പർ സ്റ്റേ നമ്മുടെ സൂപ്പർ ഹീറോസ്.